ഹായ് മക്കളെ, നമ്മുടെ സ്കൂളുകളിലെല്ലാം തന്നെ +2 പ്രാക്ടിക്കൽസ് അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിഗംഭീരമായി നിങ്ങളെല്ലാം മുഴുവൻ പ്രാക്ടിക്കൽസും പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. മുഴുവൻ മാർക്കും നിങ്ങളിപ്പോൾ വാങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട്. അതിനിടയിൽ നമ്മൾ മറന്നു പോകാൻ പാടാത്ത ഒരു കാര്യമുണ്ട്, നമ്മുടെ തിയറി എക്സാം. ഈ ഗ്യാപ്പുകളിലെല്ലാം തന്നെ നിങ്ങൾക്ക് ഒരു പരീക്ഷ കഴിഞ്ഞിട്ട് ഒരു ലാബ് എക്സാം കഴിഞ്ഞ് അടുത്ത ലാബ് എക്സാമിനിടയ്ക്ക് ഒരു 3-4 ദിവസങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കുറച്ച് തിയറി എക്സാംസിന് വേണ്ടിയിട്ടുള്ള നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആണെന്ന് തോന്നുന്ന ചാപ്റ്റേഴ്സ് പഠിക്കുവാൻ വേണ്ടി നിങ്ങൾ മാറ്റി വെക്കണം. ഓക്കെ, അപ്പം നിങ്ങൾ ഇനി മുതൽ പഠിച്ചു തുടങ്ങേണ്ടത് വെയിറ്റേജിനോടുകൂടെ തന്നെയാണ്. ഓരോ ചാപ്റ്റേഴ്സിനെയും വെയിറ്റേജ് കൃത്യമായി കണ്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ മോഡൽ എക്സാമിന് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനോടനുബന്ധിച്ച് നമുക്ക് പബ്ലിക് എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഏതൊക്കെ ചാപ്റ്ററിൽ നമ്മൾ ഇമ്പോർട്ടൻസ് നൽകേണ്ടത്, ഇനീഷ്യലി ഏതാണ് നമ്മൾ പഠിച്ച് സെറ്റാക്കി വയ്ക്കേണ്ടത്, ഏതിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുക, അതിൻ്റെ വെയിറ്റേജ് എത്രയാണ് എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. നോക്കേണ്ടത് നിങ്ങൾ ഏതൊക്കെ ചാപ്റ്റേഴ്സിന് ഓർഗാനിക് മാത്രം പഠിച്ചാൽ എത്ര ചാപ്റ്റർ കിട്ടും. ചിലവർ ഓർഗാനിക് ഫുള്ള് പഠിക്കാതെ പോകാൻ താല്പര്യപ്പെടുന്നുണ്ടവരുണ്ടായിരിക്കും. അങ്ങനെയൊന്നും പോകരുത് കേട്ടോ. ഓർഗാനിക് മുഴുവനും വിട്ടാൽ എത്ര മാർക്ക് നഷ്ടമാവും എന്നീ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഒന്ന് അറിഞ്ഞു വെക്കുക. ഫുൾ മാർക്കും തന്നെയാണ് നമ്മൾ നേടാൻ മാക്സിമം ശ്രമിക്കേണ്ടത്. ഈ ചില ചാപ്റ്ററൊക്കെ വിടാമെന്ന് താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികൾ ഒരു കാരണവശാൽ ചാപ്റ്റർ ഒന്നും വിടരുത്. A+ മാക്സിമം നിങ്ങൾ എല്ലാവരും സ്കോർ ചെയ്തിരിക്കണം, അങ്ങനെ വിടാൻ താല്പര്യപ്പെടുന്നവർ. ഓക്കെ, അങ്ങനെ ചാപ്റ്റർ വിടുക എന്ന് പറയുന്നവർ കുറച്ച് മടിയും പറയായിരിക്കും. അവരോട് ഞാൻ പറഞ്ഞു ഒരു ചാപ്റ്റർ വിടരുത് എന്നുള്ളത്. ഓക്കെ, റെഡി കിടക്കുന്നത്. സൊല്യൂഷൻ നോക്കണേ, 8 മാർക്കാണ്. ആദ്യം നമ്മൾ പഠിക്കുന്ന ഓണം എക്സാമിന് മുൻപ് മുതൽ പഠിച്ചിരിക്കുന്ന ചാപ്റ്ററുകൾ. ആദ്യം സൊല്യൂഷൻ പഠിച്ചു, ഇലക്ട്രോ കെമിസ്ട്രി പഠിച്ചു, കെമിക്കൽ കൈനറ്റിക്സ്. ഇതൊക്കെ നമ്മൾ ഓണം എക്സാം സമയത്ത് പഠിച്ചാണ്. D&F പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ ചാപ്റ്ററിൽ നോക്കി വെയിറ്റേജ് വളരെ വളരെ കൂടുതലാണ്. 8, 9, 9, 6 മാർക്കൊക്കെയാണ് കിട്ടുന്നത്. ഉള്ള ചാപ്റ്ററിൽ തന്നെ ഏറ്റവും അവസാനം കിടക്കുന്ന 2 ചാപ്റ്റേഴ്സിനാണ് വെയിറ്റേജ് വളരെ കുറവുള്ളത്. അതിനർത്ഥം ആ ചാപ്റ്ററുകൾ വിടണം എന്നല്ല. 5 മാർക്ക് വളരെ ഈസിയായി സ്കോർ ചെയ്യാൻ പറ്റുന്ന അമൈൻസ് ഉണ്ട്, 5 മാർക്ക് വളരെ ഈസിയായി സ്കോർ പറ്റുന്ന ബയോമോളിക്യൂൾസ് ഉണ്ട്. വളരെ ഈസി സ്കോർ ചെയ്യാൻ 5 മാർക്ക് എന്ന് പറയും. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത് 11 മാർക്കുള്ള ആൽഡിഹൈഡ് കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ് ആണ്. ഏറ്റവും വലിയ ചാപ്റ്ററുമാണ്. ഒരുപാട് റിയാക്ഷൻസ്, നെയ്മഡ് റിയാക്ഷൻസ് ഒക്കെ ഒരുപാട് വരുന്ന ചാപ്റ്ററാണ്. അത് സെറ്റാക്കി പഠിക്കുവാനുള്ള വൺ ഷോട്ട് റിവിഷൻ എല്ലാം നമ്മൾ എടുത്തു കഴിഞ്ഞതാണ്. നിങ്ങളെല്ലാം നോക്കേണ്ടതാണ്. കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് വളരെ ഗംഭീരമായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിന്റെ മുഴുവൻ കൺസെപ്റ്റ് നമ്മൾ അടിപൊളിയായിട്ട് പറഞ്ഞു തീർത്ത റിവിഷൻ ക്ലാസ്സുകൾ നമ്മുടെ ആപ്പിനകത്തും യൂട്യൂബിനകത്തും എല്ലാം കിടക്കുന്നുണ്ട്. എല്ലാവരും നോക്കി പഠിച്ചേക്കുക. ദെൻ അടുത്ത വെയിറ്റേജ് കുറവുള്ളത് ഇലക്ട്രോ കെമിസ്ട്രി, കെമിക്കൽ കൈനറ്റിക്സ് ആണ്. കെമിക്കൽ കൈനറ്റിക്സ് ഒക്കെ വളരെ കുഞ്ഞു ചാപ്റ്ററാണ്. അതിൽ നിന്ന് 9 മാർക്കോളമാണ് നമുക്ക് കിട്ടുക എന്ന് ഒന്ന് ആലോചിച്ച് നോക്കണേ. കുറച്ച് ഈക്വേഷൻസ് മാത്രം പഠിച്ച് വെച്ചാൽ മാത്രം മതി. പ്രോബ്ലംസ് ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് എഴുതാനുള്ള കഴിവുണ്ടെന്നുണ്ടെങ്കിൽ 9 മാർക്ക് വളരെ ഈസി സ്കോർ ചെയ്യാൻ നമുക്ക് അവിടെ. ന്യൂമറിക്കൽസ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന മറ്റൊരു ചാപ്റ്ററാണ് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്നത്, സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതിനാണ് അടുത്ത വെയിറ്റേജ് കൂടുതൽ ചാപ്റ്ററുകൾ വരുന്നത്. ഹാലോ ആൽക്കിൻ, ഹാലോ അറയൻസും ആൽക്കഹോൾ ഫീനോൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിനൊക്കെ 7, 8 മാർക്കൊക്കെയാണ് ഉള്ളത്. അപ്പോൾ വെയിറ്റേജ് കൃത്യമായി മനസ്സിലാക്കുക. എല്ലാ ചാപ്റ്ററിനും വെയിറ്റേജ് വളരെ കൂടുതലുണ്ട്. കാരണം എന്താണെന്നറിയാവൂ, നേരത്തെ നിങ്ങൾക്ക് 16 ചാപ്റ്റർ ഉണ്ടായതിൽ നിന്ന് ഇപ്പോൾ വെറും 10 ചാപ്റ്ററുകൾ മാത്രമേ +2 പഠിക്കാനുള്ളൂ. പക്ഷേ 60 മാർക്ക് എന്ന ടോട്ടൽ മാർക്ക് കുറച്ചിട്ടുമില്ല. 60 മാർക്ക് വെറും 10 ചാപ്റ്ററിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ഓരോ ചാപ്റ്ററിൽ നിന്നും എത്രത്തോളം മാർക്കിനാണ് ചോദ്യങ്ങൾ ഉണ്ടാകുന്നത് നോക്കിയോളൂ. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നിങ്ങൾക്ക് 60 അല്ല കിട്ടുക, 78 കിട്ടുക. ഓപ്ഷനിലും കൂടെ ചേർത്തതാണ്. ഓക്കെ, 60 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിന് 72 മാർക്കിൻ്റെ സംതിങ്, അത്രയും ടോട്ടൽ മാർക്ക് എത്ര നോക്കാം. അത്രയും മാർക്ക് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്ര മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റും എന്നുള്ള കാര്യം മനസ്സിലാക്കി വെയിറ്റേജ് കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്. ഇനി പഠിച്ചു തുടങ്ങിയവർ റിവിഷനിലോട്ട് കടക്കാൻ. അപ്പോൾ ഇത് നല്ലപോലെ തന്നെ അനലൈസ് ചെയ്യുക. ഓരോ സബ്ജക്റ്റിൻ്റെയും ചാപ്റ്റർ വൈസ് വെയിറ്റേജ് ഉടനെ തന്നെ വരുന്നുണ്ടായിരിക്കും. നാളെ മറ്റന്നാളായിട്ട് ഉണ്ടായിരിക്കും. അത് കൃത്യമായിട്ട് എല്ലാവരും സ്ക്രീൻഷോട്ട് അത് വെച്ച് സെറ്റാക്കിക്കോളൂ, പഠിച്ചു തുടങ്ങിക്കോളൂ. ഓൾ ദ വെരി ബെസ്റ്റ് ഗൈസ്.